ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കർണാടകയിലെ ജാതി സെൻസസിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്ത്. കർണാടകയുടെ ജനസംഖ്യയിൽ 70% OBC വിഭാഗമെന്ന സർവേ റിപ്പോർട്ട്. ദളിത്, ആദിവാസി, OBC വിഭാഗങ്ങൾ ചേർന്നാൽ സംസ്ഥാനത്തെ ആകെ ജനസംഖ്യയുടെ 94% എന്നും റിപ്പോർട്ടിലുണ്ട്. KB ശ്രീധരനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീധരൻ, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നമ്മൾ കഴിഞ്ഞ ദിവസമാണിത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. 17-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കാനിരിക്കുന്നു. ആ സമയത്താണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ ജാതി സെൻസസ് റിപ്പോർട്ട് സംബന്ധിച്ച് വിശദമായ ചർച്ച നടന്നിരുന്നു. ഇതിൽ മന്ത്രിസഭയിൽ തന്നെ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വൊക്കലിക, ലിംഗായത്ത് വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, അതായത് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉൾപ്പെടെ ഇതിനോട് അതൃപ്തിയുള്ള നേതാക്കളാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലും ഇപ്പോഴും ആണ് വീണ്ടും ഏപ്രിൽ 17-ാം തീയതി പ്രത്യേക മന്ത്രിസഭാ യോഗം ഈ ജാതി സെൻസസ് റിപ്പോർട്ട് മാത്രം ചർച്ച ചെയ്യാൻ ചേരാൻ തീരുമാനിച്ചിരുന്നത്. ഏതായാലും അതിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 70% ആളുകൾ OBC വിഭാഗമാണ് എന്നുള്ളതാണ് സർവേ റിപ്പോർട്ടുള്ളത്. ഇതിൽ തന്നെ ദളിതുകളും ആദിവാസി വിഭാഗങ്ങളും OBC വിഭാഗങ്ങളൊക്കെ എല്ലാം ചേർന്നാൽ, അതായത് OBC, ആദിവാസി, ദളിത് വിഭാഗങ്ങൾ ചേർന്നാൽ 94% വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതോടൊപ്പം ജയപ്രകാശ് ഹെഗ്ഡെ കമ്മീഷൻ നിലവിലെ 32% സംവരണം 51% ഉയർത്താനും ശുപാർശ ചെയ്തിട്ടുണ്ട്. പക്ഷേ 50% സംവരണം നിജപ്പെടുത്തണം എന്നുള്ള ഉത്തരവൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം നടപ്പാക്കാനാകും എന്നുള്ളത് വലിയ സംശയമുള്ള കാര്യമാണ്. ഏതായാലും ഈ OBC സംവരണം ഉയർത്താനുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ജാതി സെൻസസ് റിപ്പോർട്ട് വരുന്നത്. ഈ ജാതി സെൻസസ് റിപ്പോർട്ട് തെലങ്കാന നേരത്തെ നടപ്പിലാക്കിയിരുന്നു. അതിനു പിന്നാലെ കർണാടകയിൽ കൂടി അത് റിപ്പോർട്ട് ക്യാബിനറ്റിൽ വന്നിരിക്കുകയാണ്. ഇത് നിയമസഭയിലേക്കും വരും. ഏതായാലും ഇതിനെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഭാവി എന്താകും എന്നുള്ളത് കണ്ടറിയണം. റിപ്പോർട്ടിനെതിരെ ലിംഗായത്തും വൊക്കലിക വിഭാഗങ്ങൾ, ഈ രണ്ട് വിഭാഗങ്ങളും കർണാടകയിലെ പ്രബല വിഭാഗങ്ങളാണ്. അവർ തന്നെ രംഗത്ത് ഇതിനു മുൻപും വന്നിട്ടുണ്ട്. ഇപ്പോഴും അവർ അതിനെതിരെ പ്രതിഷേധത്തിലുണ്ട്. ഇതിനൊക്കെ മറികടന്ന് ഈ ജാതി സെൻസസ് റിപ്പോർട്ട് മുന്നോട്ട് എത്രത്തോളം പോകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ശ്രീധരൻ, 2023 അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിലും 2024 ആണെങ്കിലും ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ചൊരു കാര്യമായിരുന്നു ജാതി സെൻസസിനെ പറ്റി. വളരെയധികം രാഷ്ട്രീയ, സാമുദായിക ഒരു സമവാക്യങ്ങൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റത്തിന് വഴിവെക്കുന്ന ഒന്നല്ലേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ജാതി സെൻസസിലെ ഈ ഭാഗങ്ങൾ മാത്രം. 50-ലധികം വോളിയമായിട്ടല്ലേ ഈ റിപ്പോർട്ട് ക്യാബിനറ്റിൽ വെച്ചിരിക്കുന്നത്. ഇത് കേവലം ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച കാര്യമല്ല. 2015-ൽ, അതായത് കഴിഞ്ഞ സിദ്ധരാമയ്യ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇതിനു വേണ്ടി പ്രത്യേക കമ്മീഷനൊക്കെ നിയമിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് 18ഓടുകൂടി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം BJP സർക്കാരാണ് വന്നത്. പിന്നീട് അക്കാര്യത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ രണ്ടാം സിദ്ധരാമയ്യ സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും ഈ റിപ്പോർട്ട് പൊടി തട്ടിയെടുക്കുന്നത്. ഇത് പുറത്തെടുക്കുന്ന സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് വലിയ എതിർപ്പ് ഈ വൊക്കലിക മഠാധിപതികളാകട്ടെ, അത് ലിംഗായത്ത് മഠാധിപതികളാകട്ടെ, ആ വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ ഭേദമന്യേ MLA-മാരൊക്കെ ഇതിനെതിരെ രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ കർണാടകയിലെ ജാതി സെൻസസിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തായിട്ടുണ്ട്. ഏപ്രിൽ 17-ന് വിശദമായ ചർച്ച നടക്കുന്നു. ഈ ചർച്ചയിൽ 2 ഭാഗങ്ങൾ, അതിൽ തന്നെ ഒരു അഭിപ്രായം, ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും 17-ാം തീയതി വരെ കാത്തിരിക്കാം. പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നതുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശദാംശങ്ങൾ, പുതിയ വിശദാംശങ്ങളാണ് KB ശ്രീധരൻ പങ്കുവച്ചത്.